കറണ്ട് അഫയേഴ്സ് ചോദ്യോത്തരങ്ങൾ 2017 മാർച്ച് 22 മുതൽ 31 വരെ. 2018 ബ്ലൈൻഡ് ക്രിക്കറ്റ് ലോകകപ്പിന്റെ അംബാസഡറായി നിയമിതനായത് ഷാഹിദ് അഫ്രിദി. UN-ന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സംരംഭത്തിൽ അംഗമായ ഇന്ത്യൻ വനിത സൗമ്യ സ്വാമിനാഥൻ. 2013 പ്രവർത്തനം ആരംഭിച്ച ഭാരതീയ മഹിളാ ബാങ്കിനെ ഏത് ബാങ്കുമായിട്ടാണ് ലയിപ്പിക്കാൻ തീരുമാനിച്ചത്? SBI. SBIയുടെ 5 അസോസിയേറ്റ് ബാങ്കുകളെയും ഏകോപിപ്പിച്ച് SBI എന്ന ഏകീകൃത ബാങ്ക് ആയി പ്രവർത്തനം ആരംഭിക്കുന്നത് 2017 ഏപ്രിൽ 1 മുതൽ. ബ്ലൂംബർഗ് ഗ്ലോബൽ ഹെൽത്ത് ഇൻഡെക്സിന്റെ കണക്ക് പ്രകാരം ലോകത്തിൽ ഏറ്റവും ആരോഗ്യവാന്മാരുള്ള രാജ്യം ഇറ്റലി. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ മുഴുവൻ സമയ അംഗമായി നിയമിതനായത് മദാബി പുരിവുജ്. വനിതകളുടെ ലോക സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് 2017 വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം വിദ്യാ പിള്ള. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ പന്തുകൾ നേരിട്ട ഇന്ത്യൻ താരം ചേതേശ്വർ പുജാര. അടുത്തിടെ ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ബാറ്റ്സ്മാൻമാരുടെ പട്ടികയിൽ 2ാം സ്ഥാനത്ത് എത്തിയ ഇന്ത്യൻ താരം ചേതേശ്വർ പുജാര. അടുത്തിടെ ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ബൌളർമാരുടെ പട്ടികയിൽ 1ാമതെത്തിയ ഇന്ത്യൻ താരം രവീന്ദ്ര ജഡേജ. ജലസ്രോതസ്സുകളിൽ ജലലഭ്യത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള ജല അതോറിറ്റി ആരംഭിക്കുന്ന പദ്ധതി നീരുറവ്. അടുത്തിടെ ലയനം പ്രഖ്യാപിച്ച ഐഡിയ വോഡഫോൺ സംയുക്ത മൊബൈൽ കമ്പനിയുടെ ചെയർമാൻ കുമാർ മംഗലം ബിർള. 2017 ലോക ജലദിനത്തിന്റെ പ്രമേയം വൈ വേസ്റ്റ് വാട്ടർ. 2017 സ്പെഷ്യൽ ഒളിമ്പിക്സ് വേൾഡ് വിന്റർ ഗെയിംസിന്റെ വേദി ഓസ്ട്രിയ. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആയി നിയമിതനായത് അങ്കൂർ ഖന്ന. പൂവാല ശല്യം ഒഴിവാക്കുന്നതിനും സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താനുമായി അടുത്തിടെ ആന്റി റോമിയോ സ്ക്വാഡ് ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ താൽക്കാലിക ഡയറക്ടർ ജനറലായി നിയമിതനായത് ഉപേന്ദ്ര ത്രിപാഠി. നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന്റെ ഭാഗമായി സൂപ്പർ കമ്പ്യൂട്ടിംഗ് സംവിധാനം ലഭിക്കുന്ന ആദ്യ അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് IIT ഖരഗ്പൂർ. US-ന്റെ കോർട്ട് ഓഫ് അപ്പീൽസിലേക്ക് നിയമിതനായ ഇന്ത്യൻ അമേരിക്കൻ അമോൽ താപ്പർ. അടുത്തിടെ സൈബർ സുരക്ഷാ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ട രാജ്യം USA. 2017 ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം അണ്ടർസ്റ്റാൻഡിംഗ് ക്ലൗഡ്സ്. 2017 ലോക ക്ഷയരോഗത്തിന്റെ പ്രമേയം യുണൈറ്റ് ടു എൻഡ് TB. പെപ്സിക്കോയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത് PV സിന്ധു. ഫോർച്യൂണിന്റെ 50 മികച്ച ലീഡർമാരുടെ പട്ടികയിൽ ഇടം നേടിയ ഏക ഇന്ത്യൻ അരുന്ധതി ഭട്ടാചാര്യ. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ഗാർഡൻ നിലവിൽ വന്ന നഗരം ബംഗളൂരു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ പുതിയ ഡയറക്ടർ രൺദീപ് ഗുലേരിയ. സ്പോട്ട് ലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കൃത്രിമ സൂര്യനെ നിർമ്മിച്ച രാജ്യം ജർമ്മനി. ഉപഭോക്താക്കൾക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിലെ പരാതികൾ ദൂരീകരിക്കുന്നതിനായി കേന്ദ്ര മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ MOPNG സേവ. അടുത്തിടെ രൂപീകരണത്തിന്റെ 60ാം വാർഷികം ആഘോഷിച്ച അന്താരാഷ്ട്ര സംഘടന യൂറോപ്യൻ യൂണിയൻ. BSFന്റെ ആദ്യ വനിതാ ഫീൽഡ് ഓഫീസർ ആയി ചുമതലയേറ്റത് തനുശ്രീ പരീഖ്, രാജസ്ഥാൻ. അടുത്തിടെ സംസ്ഥാനത്തിലെ മുഴുവൻ കോളേജുകളിലും സർവകലാശാലകളിലും വിദ്യാർത്ഥികൾക്ക് വേണ്ടി സൗജന്യ വൈഫൈ ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം ബീഹാർ. BPL വിഭാഗത്തിലുള്ള മുതിർന്ന പൗരന്മാർക്ക് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി രാഷ്ട്രീയ വയോശ്രീ യോജന. അടുത്തിടെ ലോകത്തിലെ ഏറ്റവും വലിയ തൊപ്പിക്കല്ല് കണ്ടെത്തിയ സ്ഥലം നർമേദ ഗ്രാമം, തെലങ്കാന.
രാജ്യമൊട്ടാകെ 500ഓളം റെയിൽവേ സ്റ്റേഷനുകളിൽ വൈഫൈ സൗകര്യം ലഭ്യമാക്കുന്നതിനുള്ള റെയിൽവേ മന്ത്രാലയത്തിന്റെ പദ്ധതി. റെയിൽ വയർ സാഥി. 71ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് ബംഗാൾ. സെന്റർ ഫോർ ഏഷ്യ പസഫിക് ഏവിയേഷന്റെ റിപ്പോർട്ട് പ്രകാരം ആഭ്യന്തര വിമാന സർവീസിൽ ഇന്ത്യയുടെ സ്ഥാനം 3. അടുത്തിടെ നടന്ന ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് ഫോർമുല 1 കാർ ഓട്ട മത്സരത്തിലെ ജേതാവ് സെബാസ്റ്റ്യൻ വെറ്റൽ. സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസിന്റെ പുതിയ പേര് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. അടുത്തിടെ നാറ്റോയിലെ 29ാമത് അംഗരാഷ്ട്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മോണ്ടിനേഗ്രോ. തർക്കപ്രദേശമായ ജിൽജിത് ബാൾട്ടിസ്ഥാൻ മേഖല ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന്റെ ഭാഗമാണെന്ന് അടുത്തിടെ പ്രസ്താവിച്ചത് ബ്രിട്ടീഷ് പാർലമെന്റ്. അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ഷോൺ ഡേറ്റ് ഹോങ്കോങ്ങിന്റെ ഭരണമേധാവിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത കാരി ലാം. അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ അംഗത്വം നേടുന്ന ആദ്യ ഇ-കൊമേഴ്സ് കമ്പനി പേടിഎം. 2017 നടന്ന ബോർഡർ ഗവാസ്കർ ക്രിക്കറ്റ് ട്രോഫി ജേതാക്കൾ ഇന്ത്യ. ബാങ്കിംഗ് സേവനങ്ങൾ ഇല്ലാത്ത ഗ്രാമീണ പ്രദേശങ്ങളിൽ സ്വയം സഹായ സംഘങ്ങളിലൂടെ ബാങ്കിംഗ് സൗകര്യം ലഭ്യമാക്കാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനം ഒഡീഷ. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ പവർ ഡ്രോൺ BHIM 2016 ബെസ്റ്റ് സ്മോൾ ബാങ്ക് അവാർഡ് നേടിയത് കരൂർ വൈശ്യ ബാങ്ക്. അടുത്തിടെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ആരംഭിച്ച ഓൺലൈൻ ഫിലിം സർട്ടിഫിക്കേഷൻ സിസ്റ്റം സിനി പ്രമാൺ. കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ. ലോക ഹോക്കി ലീഗ് 2017 ഫൈനലിന് വേദിയാകുന്ന നഗരം ഭുവനേശ്വർ. 2018 പുരുഷന്മാരുടെ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ഭുവനേശ്വർ. അടുത്തിടെ ബാങ്കിംഗ് ഉപഭോക്താക്കൾക്കായി ഉന്നതി കാർഡ് ആരംഭിച്ചത് SBI. ഏഷ്യൻ ഹോക്കി ഫെഡറേഷന്റെ 2016 പ്ലെയർ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് SV സുനിൽ. ഏറ്റവും കൂടുതൽ തവണ ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് പെഗ്ഗി വിറ്റ്സൺ 8 തവണ. If you like our videos, please subscribe to our channel and don't forget to hit the like button below. For more question and answers, visit our website www.keralapscgk.com.